രണ്ടു മാസം മുൻപായിരുന്നു കലാകാരനും മിമിക്രി താരവും സിനിമാ നടനുമായ നവാസിന്റെ മരണം സംഭവിച്ചത്. 2 മാസങ്ങൾക്ക് മുൻപ് ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ നവാസിനെ കണ്ടെത്തുകയായിരുന്നു. ചോറ്റാനിക്കരയിൽ ഒരു സിനിമാ ഷൂട്ടിങ്ങിന്റെ ഭാഗമായി പോയി ഹോട്ടലിൽ സ്റ്റേ ചെയ്യവെയാണ് നവാസ് മരണം സംഭവിക്കുന്നത്. ഹൃദയാഘാതമായിരുന്നു താരത്തിന്റെ മരണകാരണം. താരം മരിച്ചത് സിനിമാ ലോകത്തും മലയാളികൾക്കും എല്ലാവർക്കും വലിയൊരു ഞെട്ടൽ തന്നെയാണ് ഉണ്ടാക്കിയത്. അതിലും പ്രേക്ഷകരെല്ലാവരും തന്നെ ഏറ്റവും അധികം ആശങ്കപ്പെട്ടതും ഇനി ഭാര്യ രഹന എങ്ങനെ ഈ ഒരു അവസ്ഥയിൽ നിന്നും മറികടന്ന് പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്ന് തന്നെയായിരുന്നു. കാരണം ഇരുവരും അത്രമേൽ നല്ല പ്രണയത്തിൽ തന്നെയായിരുന്നു. നവാസിക്ക് ഇല്ലാതെ തനിക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്ന് രഹന പലയിടങ്ങളിലും തുറന്ന് സംസാരിച്ചിട്ടുമുണ്ട്. ഇതേ കാര്യം നവാസും പലയിടങ്ങളിലായി സോഷ്യൽ മീഡിയ വഴിയും പുറത്തുവിട്ടിട്ടുണ്ട്. ഇപ്പോഴാ രഹന അതേപോലെ നവാസ് മരിക്കുന്നതിന് മുൻപ് നിമിഷങ്ങൾക്ക് മുൻപ് വരെ പകർത്തിയ കണ്ടുമുട്ടുന്ന ദൃശ്യങ്ങൾ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയ വഴി സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത്. രഹനയും നവാസും ഒരുമിച്ചുള്ള അവസാന ദൃശ്യങ്ങൾ മക്കൾ സോഷ്യൽ മീഡിയ വഴി പുറത്തുവിടുകയായിരുന്നു. ഒരു വിവാഹ ചടങ്ങിന്റെ ദൃശ്യങ്ങൾ തന്നെയായിരുന്നു അത്. വിവാഹ ചടങ്ങിൽ വെച്ചായിരുന്നു താരങ്ങൾ അവസാനമായി നിമിഷങ്ങൾ പങ്കുവച്ചത്. ഒരുപാട് ഷൂട്ടിംഗ് തിരക്കുകൾ ഉണ്ടായിട്ട് കൂടി രഹന വാശി പിടിച്ചതുകൊണ്ട് തന്നെ നവാസ് വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയ ദൃശ്യങ്ങളായിരുന്നു അത്. നവാസ് തന്നെ പാടിയ ഗാനം തന്നെയായിരുന്നു വീഡിയോയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായി മക്കൾ ഇട്ടിരിക്കുന്നത്. അവിടെയെല്ലാം തന്നെ വാപ്പ വളരെയധികം ആരോഗ്യവാൻ തന്നെ ആയിരുന്നു എന്നും അവിടെ നിന്ന് ലൊക്കേഷനിലേക്ക് വാപ്പയും വീട്ടിലേക്ക് ഉമ്മയും മടങ്ങി എന്നാണ് മക്കൾ അതിലൂടെ അറിയിച്ചത്. ഇത് അവസാന കാഴ്ചയാണെന്ന് ആരും തന്നെ അറിഞ്ഞിരുന്നില്ല എന്നും വാപ്പച്ചിയും ഉമ്മച്ചിയും ഇപ്പോൾ രണ്ട് ലോകത്ത് നിന്ന് പരസ്പരം പ്രണയിക്കുകയാണ് എന്നുമാണ് മക്കൾ പുറത്തുവിട്ടത്. മക്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: പ്രിയരെ, ഇത് ഇടവേളയിൽ വാപ്പച്ചി ഉമ്മച്ചിക്ക് പാടിക്കൊടുത്ത പാട്ടാണ്. ജൂലൈ 31 വാപ്പച്ചിയും ഉമ്മച്ചിയും അറ്റൻഡ് ചെയ്ത വീഡിയോയുടെ കല്യാണ വീഡിയോയാണ്. അതായത് വാപ്പച്ചി മരിക്കുന്നതിന്റെ തലേ ദിവസം എടുത്ത വീഡിയോയാണിത്. കല്യാണ തിരക്കുകൾ കൊണ്ട് തന്നെ വാപ്പായടുത്ത് എത്രയും വേഗം വരാൻ പറഞ്ഞപ്പോൾ ഷൂട്ടിംഗ് തിരക്കുകൾ കൊണ്ട് തന്നെ വരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോഴും ഉമ്മച്ചി വാശി പിടിച്ച് വാപ്പച്ചിയെ കൊണ്ടുവരുത്തുകയായിരുന്നു. വാപ്പച്ചിയെ കാണാൻ വേണ്ടിയായിരുന്നു ഉമ്മച്ചി അത്രയും അധികം പറഞ്ഞ് വിളിച്ചു വരുത്തിയത്. ഉമ്മച്ചിയെ കാണാൻ വേണ്ടി വാപ്പയും ഓടിയെത്തി. വാപ്പ വളരെയധികം ഹെൽത്തി ആയിരുന്നു. രണ്ടുപേരും അറിഞ്ഞിരുന്നില്ല അതാണ് അവർ തമ്മിൽ അവസാനമായി കാണാൻ പോകുന്ന നിമിഷങ്ങൾ എന്നത്. വാപ്പ ലൊക്കേഷനിലേക്കും ഉമ്മച്ചി വീട്ടിലേക്കും മടങ്ങുകയായിരുന്നു. വാപ്പച്ചിയും ഉമ്മച്ചിയും ഇപ്പോൾ രണ്ട് ലോകത്ത് നിന്ന് പരസ്പരം പ്രണയിക്കുകയാണ്. ഏറ്റവും ഭംഗിയുള്ളതും ശക്തിയുമുള്ള പ്രണയമെന്നാണ് മക്കൾ വാപ്പച്ചിയുടെയും ഉമ്മച്ചിയുടെയും പ്രണയത്തിന് കുറിപ്പായി എഴുതിയിട്ടിരിക്കുന്നത്. നവാസിന്റെ മക്കളുടെ ഈ ഒരു കുറിപ്പ് ഏവരുടെയും കണ്ണു നിറയിക്കുന്നത് തന്നെയാണ്. എല്ലാവരും തന്നെ ഈ ഒരു കുറിപ്പ് കണ്ട് വളരെയധികം സങ്കടത്തോടു തന്നെയാണ് നവാസിനെ ഓർക്കുന്നത്. ഭാര്യ രഹനയ്ക്കും മക്കൾക്കും തീരെ നഷ്ടം തന്നെയാണ് നവാസ്. ഇന്നത്തേക്ക് നവാസ് മരിച്ചിട്ട് 2 മാസം പിന്നിട്ടിരിക്കുകയാണ്. ഇപ്പോഴും നവാസ് വിട്ടുപോയി എന്നൊരു ഓർമ്മ മാത്രമാണ് നമ്മൾക്കുള്ളൂ. എന്നാൽ അത് ജീവിതത്തിൽ യഥാർത്ഥമായി കാണാൻ ഇന്നും സാധിച്ചിട്ടില്ല. ഇപ്പോഴും നവാസിനെ സംബന്ധിച്ചുള്ള ഓർമ്മകൾ തന്റെ പ്രിയപ്പെട്ട മനസ്സിൽ നിന്നും മാഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് സത്യം. നിങ്ങൾക്ക് നവാസിനെ ഇഷ്ടമാണെന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ്.